എൻ്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. എന്തായാലും ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് അത് വേറെ ലെവല് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാവേ. ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില് അഖിൽ മാരാർ അറിയില്ലേ? അഖിൽ മാരാർ അറിയോ? അഖിൽ മാനെ അറിയൂല. അറിയില്ല. ചേച്ചി ഇവിടെ ഉള്ള ആളാണ്, തൃക്കാക്കര ഉള്ള ആളാണ്. തൃക്കാക്കര മോഡൽ എഞ്ചിനീയർ കോളേജിന്റെ അടുത്താ. അതായത് ഇപ്പൊ അഖിൽ മാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കണത്, ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അഖിൽ മാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. അഖിൽ മാരാർ ആരാ? അതാരാ? പിന്നെന്ത് ജയിക്കും? അഖിൽമാന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഖിൽ മാരാർ ആരാന്നറിയില്ല. ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കുന്ന? ഉറപ്പുണ്ട് ജയിക്കുമെന്ന്. ആരായി അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കുന്ന? ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയണു. ആരാന്നറിയില്ലല്ലോ. പിന്നെ എന്താ ആഗ്രഹിക്കുന്നു? ആരാന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ? അഖിൽ മാരാർ ആരാന്നറിയില്ല. ഇല്ല, ഒന്ന് കാണിച്ചെന്നേ. ഈ ചേച്ചി എന്തായാലും പൊളിയാണ്. അഖിൽ മാരാറെ ഇപ്പൊ മനസ്സിലായോ? ബിഗ് ബോസ് കാണാത്തവരും ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും. അഖിൽ മാരാറ് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചാവും. അങ്ങനത്തെ ഒരു അമ്മയാണ്. എന്തായാലും കൊള്ളാം.